ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് നല്ല നാടൻ രീതിയിലുള്ള കള്ളപ്പമാണ്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ കള്ളപ്പം നമ്മൾ വീട്ടിൽ തന്നെ കള്ളുണ്ടാക്കി ആ കള്ള് കൊണ്ടുണ്ടാക്കിയതാണ്. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഈ കള്ളപ്പം നമ്മൾക്ക് വെജിറ്റബിൾ കറിയുടെ കൂടെയോ നോൺ വെജ് കറികളുടെ കൂടെയോ ഏതിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കള്ളപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. അപ്പം ഉണ്ടാക്കാനേ ആദ്യം തന്നെ നമുക്ക് കള്ളുണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് കരിക്കിൻ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിൽ 2 കപ്പ് കരിക്കിൻ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ കരിക്കിൻ വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ പഞ്ചസാരയും ഈസ്റ്റും ഒക്കെ കരിക്കിൻ വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊരു മൂടി വെച്ചടച്ച് 24 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിവിടെ ക്ലിംഗ് റാപ്പ് വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനി 24 മണിക്കൂർ നേരത്തേക്ക് നമ്മൾക്കൊന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. ഒരു ദിവസം മുഴുവൻ വെച്ചാലാണ് നമ്മൾക്കിത് നല്ല കള്ളായി കിട്ടുള്ളൂ. നമ്മൾ കരിക്കും വെള്ളം ഈസ്റ്റൊക്കെ ചേർത്ത് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞു. നമ്മൾക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ല ശുദ്ധമായിട്ടുള്ള കള്ള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കള്ള് വെച്ച് നമ്മൾക്ക് അപ്പം ഉണ്ടാക്കാം. കള്ളപ്പം ഉണ്ടാക്കാനായി ഞാനിവിടെ 3 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി റൈസും എടുക്കാവുന്നതാണ്. ഇതിനി നന്നായി കഴുകി വൃത്തിയാക്കി ഒരു 5 മണിക്കൂർ നേരത്തേക്ക് നമ്മൾക്കൊന്ന് വെള്ളമൊഴിച്ച് കുതിരാനായി വയ്ക്കാം. ഇപ്പോൾ അരി കുതിരാൻ വെച്ചിട്ട് 5 മണിക്കൂറായിട്ടുണ്ട്. പച്ചരിയൊക്കെ നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നമ്മൾക്കൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊക്കെ കളഞ്ഞ അരി നമ്മൾക്ക് ഈ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് ഒറ്റ ട്രിപ്പിൽ അരയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു 1/4 ഭാഗം ആദ്യം തന്നെ നമ്മൾക്കൊന്ന് അരച്ചെടുക്കാം. അരി അരയ്ക്കാനായി നമ്മൾ വെള്ളത്തിന് പകരം നമ്മൾ ഉണ്ടാക്കിയെടുത്ത കള്ളാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ഒരല്പം കള്ള് ചേർത്ത് കൊടുക്കാം. ഈ മാവ് ഒരുപാട് ലൂസായി പോവരുത്. നല്ല ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവത്തിൽ വേണം നമ്മൾക്കിത് അരച്ചെടുക്കാനായിട്ട്. ഒരല്പം കള്ളൊഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് മൂടി അടച്ച് വെച്ച് ഇത് നന്നായി ഒന്ന് അരച്ചു കൊണ്ടുവരാം. ആദ്യത്തെ ബാച്ച് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബാക്കി വന്ന പച്ചരി കൂടി ഈ മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കള്ളപ്പത്തിന് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ചിരകിയ തേങ്ങ. തേങ്ങ എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം നല്ല ടേസ്റ്റ് ആണ് ഈ അപ്പത്തിന്. അതേപോലെ തന്നെ 1 കപ്പ് ചോറ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 8-9 കുഞ്ഞുള്ളി ഇതുപോലെ നന്നായി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ജീരകവും 2 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് അഥവാ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ വെളുത്തുള്ളി ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വന്നിരിക്കുന്ന കള്ള് കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചു കൊണ്ടുവരാം. രണ്ടാമത്തെ ബാച്ച് അരച്ചെടുത്ത മാവും നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ മാവിലേക്ക് വേണ്ട ഉപ്പ് കൂടി നമ്മൾക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മൾക്കിത് മൂടി വെച്ച് നല്ലവണ്ണം ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കാം. എനിക്കിവിടെ 3 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്.
നല്ല പഞ്ഞി പോലെ, സോപ്പ് പത പോലെ ഇതുപോലെ നല്ലവണ്ണം പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരുപാടിട്ട് ഇളക്കി ആ പതയൊന്നും കളയാതെ തന്നെ നമ്മൾക്ക് അപ്പം ചുട്ടെടുക്കണം. നമ്മൾ നേരത്തെ തന്നെ ഉപ്പ് ചേർത്തുകൊണ്ട് ഇനിയിപ്പം ഒരുപാട് ഇളക്കേണ്ട കാര്യമില്ല. ഇനി നമ്മൾക്ക് അപ്പം ചുടാൻ തുടങ്ങാം. ചൂടായ ദോശക്കല്ലിലേക്ക് എണ്ണ തടവി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾക്ക് 2 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് പരത്തി കൊടുക്കരുത്, ഇതുപോലെ ഒഴിച്ചു വെച്ചാൽ മതിയാവും. അടിഭാഗം നന്നായി വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് അഥവാ മറിച്ചിട്ട് വേവിക്കണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ മൂടി അടച്ചു വെച്ച് ചെറുതീയിൽ വേവിച്ചെടുത്താൽ മതിയാവും. അപ്പത്തിലേക്ക് നന്നായി കുമിളകളൊക്കെ വന്ന് നല്ലവണ്ണം പാകമായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ഭാഗവും നന്നായി വെന്തിട്ടുണ്ട്. ഇതിനി നമ്മൾക്ക് ദോശക്കല്ലിൽ നിന്ന് മാറ്റാം. ആദ്യത്തെ കള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾക്ക് ബാക്കി എല്ലാ മാവും ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കള്ള് കൊണ്ടുണ്ടാക്കിയ നാടൻ കള്ളപ്പം ഇതുപോലെ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.